بسم الله الرحمن الرحيم إن تقرضوا الله قرضا حسنا يضاعفه لكم ويغفر لكم صدق الله العظيم. നാഥനായ അല്ലാഹു ജീവിതത്തിൽ നമ്മിൽ നിന്ന് വന്ന മുഴുവൻ സയ്യാത്തും സല്ലാത്തുകളും വിട്ടുപുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരുടെയും ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ അറിഞ്ഞും അറിയാതെയുമുള്ള എല്ലാ അപരാധങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഗ്ഫിറത്തിന്റെ 10 ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ നോമ്പുകളെല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ശിഷ്ട വ്രതങ്ങളെല്ലാം റമളാൻ പൊരുത്തപ്പെട്ട നിലക്ക് പൂർത്തീകരിക്കുന്ന സച്ചരിതരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും പറയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പാപം പൊറുപ്പിക്കാനുള്ള വഴികളെ കുറിച്ചാണ് നാം പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്, തൗബയാണ് അതിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ളത്. അപ്രകാരം തന്നെ പാപമോചനം നേടിത്തരുന്ന മറ്റൊരു കാര്യമാണ് സ്വതക്കകൾ. സാധ്യമായ അളവിൽ ദാനധർമ്മങ്ങളെ ജീവിതത്തിൽ നാം അധികരിപ്പിക്കണം. പ്രത്യേകിച്ച് റമളാനിന്റെ ഈ മഗ്ഫിറത്തിന്റെ 10-ൽ നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ അത് കാരണമാണെന്ന് വിശുദ്ധ ഖുർആനും തിരുഹദീസും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻ തുഖരിദുല്ലാഹ ഖർളൻ ഹസന, ആരാണ് അല്ലാഹുവിന് ഏറ്റവും നല്ല കടം കൊടുക്കുന്നത്? യുളാഇഫുഹു ലക്കും, അവർക്ക് അല്ലാഹു അത് ഇരട്ടിയാക്കി നൽകുകയും വയഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരുകയും ചെയ്യും എന്ന് അല്ലാഹു പറയുന്നു. അപ്പൊ ദാനധർമ്മം പാപം പൊറുക്കാനുള്ള ഒരു കാരണമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുതന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. സദഖതു തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഉൻ നാർ, വെള്ളം തീയിനെ അണച്ചു കളയുന്നത് പോലെ സ്വതക്ക സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപങ്ങൾ പൊറുപ്പിച്ചു കളയുമെന്ന്, പാപങ്ങളെ കെടുത്തിക്കളയുമെന്ന്, കരിച്ചു കളയുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ദാനധർമ്മം എന്നത് വിശ്വാസത്തിന്റെ അടയാളമാണ്. അസ്സദഖത്തു ബുർഹാൻ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഒരിക്കലും സ്വർഗം കരഗതമാക്കുകയില്ല, സ്വർഗത്തെ നേടാൻ നിങ്ങൾക്ക് കഴിയുകയില്ല, സ്വർഗത്തെ നിങ്ങൾ എത്തിക്കുകയില്ല. ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണോ അത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ ഒരിക്കലും സ്വർഗം നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് ഹബീബായ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സഹോദരങ്ങളെ, ഈ സൂക്തം അവതരിപ്പിച്ച ഘട്ടത്തിൽ മഹാനായ അബൂദ്ദഹ്ദാ റളിയല്ലാഹു തആല അൻഹു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ദാനം ചെയ്യണമെന്നാണോ അല്ലാഹു ഉദ്ദേശിക്കുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നഅം യാ അബൂദ്ദഹ്ദാ, അതെ
നിങ്ങൾ ദാനം ചെയ്യണമെന്നാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മഹാനായ അബൂദഹ്ദ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, അങ്ങയുടെ കൈ എനിക്ക് നീട്ടിത്തരൂ, ഞാൻ എന്റെ തോട്ടം അല്ലാഹുവിന്റെ മാർഗത്തിൽ സംഭാവന നൽകിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ രണ്ട് കരങ്ങൾ നീട്ടി മഹാനായ അബൂദഹ്ദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ എന്റെ ഈന്തപ്പന 600 ഈന്തപ്പനകളുള്ള എന്റെ തോട്ടം ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നൽകിയിരിക്കുന്നു നബിയെ എന്ന് മഹാനായ അബൂദഹ്ദ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇത് പറഞ്ഞിട്ട് മഹാനായ അബൂദഹ്ദ റളിയല്ലാഹു അൻഹു തോട്ടത്തിലേക്ക് പോകുമ്പോൾ തോട്ടത്തിൽ തന്റെ ഭാര്യയും മക്കളും നിൽക്കുകയാണ്. ആ ഭാര്യയെയും മക്കളെയും വിളിച്ചുകൊണ്ട് പറയുന്നു, യാ ഉമ്മുദ്ദഹ്ദ ലബ്ബൈക്. അവർ പറഞ്ഞു, ലബ്ബൈക് എന്താണ്? അഖ്രിജി ഫഖദ് അഖറൽതുഹു റബ്ബി അസ്സ വജല്ല. ഓ ഉമ്മുദ്ദഹ്ദായെ, ആ തോട്ടത്തിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങൂ, ഞാൻ അതിന്റെ റബ്ബിന്റെ മാർഗത്തിൽ സംഭാവന നൽകിയിരിക്കുന്നു എന്ന് മഹാനായ അബൂദഹ്ദ റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ, സഹോദരങ്ങളെ, മഹാന്മാരായ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ദാനധർമ്മങ്ങൾ കൊടുക്കുന്ന വിഷയത്തിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മറ്റൊരായത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുല മിഅതു ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാഅ വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം ഒരു ധാന്യമണി പോലെയാണ്. ആ ധാന്യമണിയിൽ 7 കതിരുകൾ മുളയ്ക്കുന്നു. ആ ഓരോ കതിരുകളിലും 100 ധാന്യമണികളുണ്ട്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു മനുഷ്യൻ 1 രൂപ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്താൽ 70ഉം 700ഉം ഇരട്ടി പ്രതിഫലം അതുകൊണ്ട് അവന് നേടാൻ കഴിയുമെന്നാണ്. സഹാബത്തിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു. ആ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു മദീനത്തെ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ബൈറുഹാ എന്ന് പറയുന്ന തോട്ടം, ആ തോട്ടം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട തോട്ടമായിരുന്നു. ഒരുപാട് തോട്ടങ്ങളുണ്ട്, പക്ഷേ ബൈറുഹാ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടമാണത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും ആ തോട്ടത്തിൽ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി കയറാറുണ്ട്. നല്ല ശുദ്ധമായ ജലം ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ബൈറുഹാ തോട്ടത്തിൽ കിട്ടുമായിരുന്നു. അത് കുടിക്കുവാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും ആ തോട്ടത്തിൽ കയറാറുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായ തോട്ടമായിരിക്കെ തന്നെ തനിക്കും ഏറ്റവും പ്രിയങ്കരമായ തോട്ടമായിരുന്നു ആ ബൈറുഹാ എന്ന് പറയുന്ന തോട്ടം. മഹാനായ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന ആയത്ത് അവതരിച്ചപ്പോൾ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു അവന്റെ കിതാബിൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ അല്ലാഹുവിന്റെ സ്വർഗം നിങ്ങൾക്ക് ലഭിക്കൂല എന്ന ആയത്ത് അവതരിച്ചിട്ടുണ്ടല്ലോ നബിയേ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് ബൈറുഹാണ്. ഞാൻ അതിനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തിരിക്കുന്നു നബിയേ. അത് അങ്ങ് ഉദ്ദേശിക്കുന്ന വധം ഇസ്ലാമിന്റെ മാർഗത്തിൽ ചിലവഴിക്കണേ നബിയേ.
സഹോദരന്മാരെ, ഇതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ രീതി, ദാനധർമ്മങ്ങളുടെ രീതി അതായിരുന്നു. ഇനിയും എത്രയോ ചരിത്രങ്ങൾ പറയുവാനുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, തബൂക്ക് യുദ്ധം നടക്കുന്ന സന്ദർഭമാണ്. മുസ്ലിം സൈന്യത്തെ സജ്ജീകരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംഭാവന ഇങ്ങനെ പിരിക്കുകയാണ്. ധാരാളം സമ്പത്ത് ആവശ്യമുണ്ട്. തബൂക്കിലേക്ക് യുദ്ധത്തിന് പോകണമെങ്കിൽ വല്ലാത്ത പ്രയാസമുള്ള സമയമാണ്. വല്ലാത്ത പ്രയാസം, ചൂടും അതുപോലെ തന്നെ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സമയത്താണ്. ദാരിദ്ര്യമുള്ള സമയത്താണ്. വരൾച്ചയുള്ള സമയത്താണ്. മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ തബൂക്ക് യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ വേണ്ടി റെഡിയാക്കുന്നത്. സാമ്പത്തികമായി സഹാബത്തെല്ലാം വളരെ പിന്നിലാണ്, വളരെ പ്രയാസത്തിലാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്ന് നബി തങ്ങൾ ഇങ്ങനെ സംഭാവന മദീനത്തെ പള്ളിയിൽ ഇരുന്ന് പിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അലി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നബിയേ, ഞാൻ 950 ഒട്ടകവും 50 കുതിരകളും 1000 ദിനാറുമാണ് ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത്, തന്നുകൊള്ളാം നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഉസ്മാൻ, അങ്ങ് സ്വർഗത്തിലാണ്. സഹോദരന്മാരെ, ഈ നിലക്ക് സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങിച്ച മഹാരഥന്മാർ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സമ്പത്തുള്ളവർ അങ്ങനെ സമ്പത്ത് കൊടുത്തു സ്വർഗം വാങ്ങിയിട്ടുണ്ട്. എന്നാൽ സാധുക്കളായ ഒരുപാട് സഹാബിമാർ, ഒരുപാട് മഹാരഥന്മാർ അവർക്ക് കഴിയുന്നത് കൊടുത്തുകൊണ്ടാണ് സ്വർഗം വാങ്ങിയത്, നരകത്തിൽ നിന്ന് മോചനം വാങ്ങിയത്, പാപം പൊറുപ്പിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇത്തഖിന്നാർ വലൗ ബിശിക്കി തംറാ. ഒരു കാരക്കയുടെ ചീളുകൊണ്ടാണെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് കാവൽ തേടണേ, നരകത്തെ സൂക്ഷിക്കണേ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമളാനിൽ സ്വർഗം വാങ്ങാൻ, വിശുദ്ധ റമളാനിൽ പാപം പൊറുപ്പിക്കാൻ, വിശുദ്ധ റമളാനിൽ നരകത്തിൽ നിന്ന് മോചനം തേടാൻ നമുക്ക് കഴിയുന്നത് കൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യണം. വലിയ വലിയ സമ്പത്തും തോട്ടങ്ങളും ബിൽഡിങ്ങുകളും കൊടുത്ത് നമുക്ക് സ്വർഗം വാങ്ങാനും നരകത്തിൽ നിന്ന് മോചനം തേടാനും ഒരുപക്ഷേ സാധുക്കളായ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് കഴിയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നാം ചെയ്യണം. പള്ളികളിലേക്ക് മുത്തഅല്ലിമീങ്ങൾ വരുമ്പോൾ ഒരു 10 രൂപ കൊടുത്ത് നാം സഹായിച്ചാൽ പരിശുദ്ധ റമളാനാണ്. നരകത്തിൽ നിന്ന് മോചനം തേടാൻ, പാപം പൊറുക്കാൻ അത് മാത്രം മതി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാകട്ടെ. കഴിഞ്ഞ റമളാനുകൾ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയ റമളാനുകളെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുന്ന വലിയ അമലായി നമ്മിൽ നിന്ന് അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയ കാരണവന്മാർ, അവരുടെ നോമ്പുകളും വ്രതങ്ങളും സൽക്രമങ്ങളും അള്ളാഹു ഖബൂലാക്കട്ടെ. അവരിൽ നിന്ന് വന്ന അപാകതകളും ജല്ലാത്തുകളും അള്ളാഹു ഈ റമളാനിന്റെ ബർക്കത്ത് കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗത്തിന്റെ ഉദ്യാനങ്ങളാക്കി മാറ്റുമാറാകട്ടെ. വാഖിറു ദഅ്വാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.